പുരുഷന്മാരെന്നാണ് റബ്ബ് പറഞ്ഞത്. കാരണം സ്ത്രീകളെ പള്ളിയിലേക്ക് ക്ഷണിച്ചിട്ടില്ല. അവർക്ക് അല്ലാഹു ഇളവ് ചെയ്തു കൊടുത്തു. അവര് പള്ളിയിൽ വരേണ്ടതില്ല. അവരെ വീട്ടിൽ വെച്ച് നിസ്കരിച്ചാൽ പള്ളിയിൽ വരുന്നതിനേക്കാൾ എത്രയോ വലിയ പുണ്യമാണ്. ഹബീബ് നബി തങ്ങളല്ലേ എല്ലാവർക്കും ഗുരുനാഥർ. അവിടുന്ന് പറഞ്ഞു, ബുയൂത്തുഹുന്ന ഖൈറുൽ ലഹുന്ന, സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ അവരെ വീടാണ് ഖൈറ്. അതുകൊണ്ട് തന്നെ അല്ലാഹുവിൻ്റെ റസൂലിനെ വിശ്വസിക്കുന്ന ഒരൊറ്റ പെണ്ണും പള്ളിയിലേക്ക് ജമാഅത്തിന് പോകാറില്ല. അല്ലാഹുവിൽ ഭക്തിയുള്ള ഒരു സ്ത്രീയും അവരിൽ ഏറ്റവും മുൻപന്തിയിലുള്ളവർ നബി തങ്ങളെ ഭാര്യമാരല്ലേ, അവിടുത്തെ പെൺകുട്ടികളല്ലേ. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു വിവരിച്ചില്ലേ, ഫമാ അലിംതു മിൻഹുന്ന ഇംറാതൻ ഖറജത് ഇലാ ശുഹൂദി ജുമുഅത്തിൻ വലാ ഇലാ ജമാഅത്തിൻ ഗൈരിഹാ ഫീ ലൈലിൻ വലാ നഹാർ. ഒരു രാത്രിയോ പകലോ നബി തങ്ങളെ വീട്ടിൽ നിന്ന് ഭാര്യമാരിൽ ഒരാളോ പെൺകുട്ടികളിൽ ഒരാളും ജുമഅക്കോ ജമാഅത്തിനോ പള്ളിയിലേക്ക് പുറപ്പെട്ടു പോയിട്ടില്ല. അല്ലാഹു തന്നെ പറഞ്ഞത്, റിജാലുൻ, പുരുഷന്മാര് പള്ളിയിൽ നിസ്കരിക്കുന്നു. അവരെ സംബന്ധിച്ച് റബ്ബ് പുകഴ്ത്തി പറയുന്നു, യഖാഫൂന യൗമൻ തതഖല്ലബു ഫീഹിൽ ഖുലൂബു വൽ അബ്സാർ. പടച്ചവന്റെ കോടതിയെ ഭയപ്പെട്ടവരാണവർ. സുബ്ഹാനല്ലാഹ്, ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഉൻ അൻ ദിക്രില്ലാഹ്. അല്ലാഹുവിനെ ഓർക്കുന്നതിൽ നിന്ന് ഒരു കച്ചവടവും അവരെ തടയുന്നില്ല, മുടക്കുന്നില്ല. അങ്ങനെ പുരുഷന്മാർ പള്ളിയിൽ വന്നാണ് നിസ്കരിക്കേണ്ടത്. അങ്ങനെ നിസ്കരിക്കുന്നതിൽ ഒരു ദിവസവും ഭംഗം വരുത്തിയില്ല സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. ഒരു ദിവസം സുബ്ഹാനല്ലാഹ് ജമാഅത്തിന് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. അസറിന്റെ ജമാഅത്തായിരുന്നു വലിയ പുണ്യമുള്ള ജമാഅത്ത്. ജമാഅത്തുകളിൽ ഏറ്റവും പുണ്യമുള്ള ജമാഅത്ത് സുബ്ഹിന്റെ ജമാഅത്താണ്. പിന്നീട് ഇശാഇന്റേതാണ്. സുബ്ഹാനല്ലാഹ്, പിന്നീട് അസറിന്റെ ജമാഅത്ത് വലിയ പുണ്യമുള്ളതാണ്. ആ അസറിന്റെ ജമാഅത്ത് നഷ്ടപ്പെട്ടു പോയി. കടയിലിരുന്ന് സൊറ പറഞ്ഞതല്ല, എവിടെയെങ്കിലും ഇരുന്ന് എന്തെങ്കിലും പണിയെടുത്തതല്ല, തോട്ടം കാണാൻ പോയി തിരിച്ചു വരുമ്പോഴേക്ക് അല്പമങ്ങ് സ്ലോ ആയി പോയി, ജമാഅത്ത് കഴിഞ്ഞു പോയി. വേദനയോടെ അതനുഭവിച്ച ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ആ രണ്ട് തോട്ടവും ഇസ്ലാമിന് വേണ്ടി പാവപ്പെട്ടവർക്ക് സംഭാവന നൽകുകയാണ്. എൻ്റെ ആഖിറം നഷ്ടപ്പെടുത്തുന്ന ദുനിയാവ് വേണ്ട. സുബ്ഹാനല്ലാഹ്, ഖുർആൻ പറഞ്ഞില്ലേ, സുമ്മസ്തഖാമു, നേർക്ക് നേരെ ജീവിച്ചവർ, അല്ലാഹു കൽപ്പിച്ചതനുസരിച്ച് ജീവിച്ചവർ. സുബ്ഹാനല്ലാഹ്, പള്ളികൾ ധാരാളമുണ്ട്. പക്ഷേ ഹബീബ് നബി തങ്ങൾ പറഞ്ഞു, അതേ യൂസിക്കു അയ്യതിയ അലന്നാസി സമാനുൻ لا يبقى من الإسلام إلا اسمه ولا يبقى من القرآن إلا رسمه مساجدهم عامرة وهي خراب من الهدى علماؤهم شر من تحت أديم السماء من عندهم تخرج الفتنة وفيهم تعود. ഖിയാമത്ത് നാളിനോടനുബന്ധിച്ച കാലത്തെ സംബന്ധിച്ച് അവിടുന്ന് വിവരിച്ചുകൊണ്ട് പറഞ്ഞു, ലാ യബ്ഖാ മിനൽ ഇസ്ലാമി ഇല്ലാ ഇസ്മുഹു, ഇസ്ലാമിന്റെ പേര് മാത്രം അവശേഷിക്കുന്ന ഒരു കാലം വരും. ഇസ്ലാം മുസ്ലിം എന്നൊക്കെ ഇങ്ങനെ പറയും. ലാ യബ്ഖാ മിനൽ ഇസ്ലാമി ഇല്ലാ ഇസ്മുഹു വലാ യബ്ഖാ മിനൽ ഖുർആനി ഇല്ലാ റസ്മുഹു. ഖുർആനിന്റെ വരികളൊക്കെ അവശേഷിക്കും, പക്ഷേ ഖുർആൻ ഓതാൻ ആരെയും കിട്ടുന്നില്ല, ഓതുന്നില്ല. ഓരോരുത്തരും അവനവന്റെ ശരീരത്തോട് ചോദിക്കണം, ഇക്കഴിഞ്ഞ റമദാനിൽ ഞാൻ എത്ര ഖുർആൻ ഓതി? സുബ്ഹാനല്ലാഹ്, ഓതാൻ അറിയാത്തത് കൊണ്ടല്ല, പക്ഷേ ഓതാൻ സമയം കിട്ടിയില്ല. എന്തായിരുന്നു തിരക്ക് എന്ന് ചോദിച്ചാൽ പണിയൊന്നും ഇല്ല എന്നാണ് മറുപടി. അല്ലേ സുഹൃത്തുക്കളെ, ഖുർആനിലെ വരികൾ എവിടെയുണ്ട്? ഓതാൻ ആളില്ല. ഖുർആൻ പറയുന്ന ആശയമനുസരിച്ച് ജീവിക്കാൻ ആളില്ല.
ഖുർആനിന്റെ ആശയങ്ങളുണ്ടല്ലോ, ആ ആശയമനുസരിച്ച് ജീവിക്കാൻ ആളില്ല, ജമാഅത്തിന് പള്ളിയിൽ ആളില്ല. ജുമഅക്ക് വരികയാണെങ്കിലോ ഖുതുബ തുടങ്ങിയിട്ടാണ് പലരും വന്നു ചേരുന്നത്. ഇനി ഞാൻ അതിനപ്പുറം പറയണോ? പരിശുദ്ധ ഖുർആൻ കഠിനമായി വിരോധിച്ച പലിശ ഏർപ്പാടുകളുമായി ബന്ധപ്പെടുന്നതിനൊരു മടിയുമില്ല, ചതിക്കുന്നതിന് മടിയില്ല, വാക്ക് ലംഘിക്കുന്നതിന് മടിയില്ല, കള്ളം പറയുന്നതിന് മടിയില്ല, മറ്റൊരാളെ കുറ്റം പറയുന്നതിന് മടിയില്ല, ജനങ്ങളെ തെറ്റിദ്ധരിക്കുന്നതിന് മടിയില്ല, പരിഹസിക്കുന്നതിന് മടിയില്ല. അങ്ങനെ ഖുർആൻ എന്തെല്ലാം വിരോധിച്ചിട്ടുണ്ടോ? അന്യ പെണ്ണിന്റെ മുഖത്ത് നോക്കുന്നത് വിരോധിക്കപ്പെട്ടതാണ്, അതിന് യാതൊരു മടിയുമില്ല. സുബ്ഹാനല്ലാഹ്, ലാ തഖ്റബുസ് സിനാ, വ്യഭിചാരം പാടില്ല, അതിലേക്ക് അടുക്കാൻ തന്നെ പാടില്ല, അതിന് നിമിത്തമാകുന്ന യാതൊന്നും ചെയ്യാൻ പാടില്ല, അതിനൊന്നും അതാ സ്വീകരിക്കാൻ തയ്യാറില്ല. അങ്ങനെ എത്രയോ ജനങ്ങൾ പിഴച്ചു പോകുന്ന ഒരു കാലം അതാണ്. വലാ യബ്ഖാ മിനൽ ഖുർആനി ഇല്ലാ റസ്മുഹു, ഖുർആനിലെ വരികളൊക്കെ അവിടെ അവശേഷിക്കുന്നുണ്ട്. ബാപ്പ ഉമ്മക്ക് പ്രായമായാൽ ഫലാ തഖുൽ ലഹുമാ ഉഫിൻ വലാ തൻഹറുഹുമാ, ബാപ്പ ഉമ്മയോട് നീ പരുത്ത സംസാരം സംസാരിക്കരുതേ, അവരെ മനസ്സിന് ക്ലേശമുണ്ടാക്കുന്ന ഒരക്ഷരം ഉരിയാടി പോകരുതേ. പിന്നെയോ വഖ്ഫിദ് ലഹുമാ ജനാഹദ്ദുല്ലി മിനർ റഹ്മ, കാരുണ്യത്തിന്റെ ചിറക് വിരിച്ചു കൊടുത്ത് വിനയത്തോടെ ജീവിക്കണേ. സുബ്ഹാനല്ലാഹ്, മകന്റെ കയ്യിൽ കേഷുണ്ടോ, മകളുടെ കയ്യിൽ കേഷുണ്ടോ, ബാപ്പ പാവപ്പെട്ടവനാണോ, ഉമ്മ പാവപ്പെട്ടവരാണോ, സംസാരത്തിന്റെ ഗർവെത്രയാണ്. മോനെ നേരത്തെ വീട്ടിൽ വരണമെന്ന് പറയുമ്പോൾ എനിക്ക് അങ്ങനെയൊക്കെ പറ്റുള്ളൂ എന്ന് മറുപടി പറയുന്ന മക്കളില്ലേ? ബാപ്പ ഉമ്മയെ കസറത്തുന്ന ആളുകളില്ലേ? ഖുർആനിന്റെ നിർദ്ദേശം കാറ്റിൽ പരത്തുന്നവരില്ലേ? പരിശുദ്ധ ഖുർആനിലെ വരികൾ അവിടെ അവശേഷിക്കുന്നു, അതനുസരിച്ച് ജീവിക്കുന്നവരില്ല. വലാ യബ്ഖാ മിനൽ ഖുർആനി ഇല്ലാ റസ്മുഹു. ഞാൻ ചെറിയ ചില ഉദാഹരണങ്ങൾ പറഞ്ഞതാണ്. ഇന്നല്ലാഹ യഅ്മുറുക്കും അൻ തുഅദ്ദുൽ അമാനാതി ഇലാ അഹ്ലിഹാ, ഓരോരുത്തരും ഉത്തരവാദിത്വം നിർവഹിച്ചു കൊള്ളണം. സുബ്ഹാനല്ലാഹ്, സ്വർഗത്തിൽ കടക്കണോ അവർക്ക് ചില ലക്ഷണങ്ങളുണ്ട്. അതിലൊന്നാണ് നിസ്കാരം കൃത്യമായി വേണം, നിസ്കാരത്തിൽ ഭക്തി വേണം, അനാവശ്യങ്ങളിൽ നിന്ന് മാറി നിൽക്കണം, സകാത്ത് കൃത്യമായി കൊടുത്തു വീട്ടണം. പിന്നെയോ വല്ലദീനഹും ലിഫുറൂജിഹിം ഹാഫിളൂൻ, അവരെ ലൈംഗികാവയവങ്ങൾ വളരെ നന്നായി സൂക്ഷിക്കണം. സ്വന്തം ഭാര്യമാരുമായി ബന്ധപ്പെട്ടുകൊണ്ടല്ലാതെ ലൈംഗികാസ്വാദനത്തിന് ഇന്ന് യാതൊരു വഴിയും ഇസ്ലാം അനുവദിച്ചതില്ല. വല്ലവനും അതിനപ്പുറം എന്ത് സ്വീകരിച്ചാലും സുബ്ഹാനല്ലാഹ്, നല്ല കൗമാരപ്രായമുള്ള ഭംഗിയുള്ള ആൺകുട്ടികൾ, ആ ആൺകുട്ടികളുടെ ശരീരം അതാ മറയില്ലാതെ തൊടുന്നത് പോലും ഹറാമാണെന്ന് ഇമാമിങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മുസാഫഹത്ത് ചെയ്യൽ ഹറാമാണെന്ന് ഇമാമിങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവരണച്ചുകൂട്ടൽ ഹറാമാണെന്ന് ഇമാമിങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശാഫിഈ മദ്ഹബിലെ ഏറ്റവും മുഅ്തമദായ തുഹ്ഫയിൽ തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, ചെറിയ പിഞ്ചുജദാ കൗമാരപ്രായമുള്ള ആൺകുട്ടികളെ പെരുന്നാളിന് അണച്ചുകൂട്ടുന്നവരില്ലേ? സുബ്ഹാനല്ലാഹ്, പെൺകുട്ടികളെ കൈ തൊടുന്നത് പോലെ, ശരീരത്തിലെ തോല് തൊടുന്നത് പോലെ ഹറാമല്ലേ? മറയില്ലാതെ തൊടുന്നത് തന്നെ. പിന്നെയോ സുബ്ഹാനല്ലാഹ്, അത്തരം കുട്ടികളെ ലൈംഗികാസ്വാദനത്തിന് ഉപയോഗപ്പെടുത്തിയിട്ട് യഥാ വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന നാടുകളില്ലേ? ഇന്നാലില്ലാഹ്, ഖുർആനിന്റെ നിർദ്ദേശം കാറ്റിൽ പറത്തി ജീവിക്കുന്ന ലോകം. ഇനിയോ സുബ്ഹാനല്ലാഹ്, വല്ലദീനഹും ലിഅമാ
ലിഅമാനാതിഹിം വഅഹദിഹിം റാഊൻ. നിങ്ങളൊരു വിഭാഗവുമായോ വ്യക്തിയുമായോ എഗ്രി ചെയ്താൽ, കരാറുണ്ടാക്കിയാൽ ആ കരാർ എഴുതണം എന്നില്ല, കരാറിൽ ഒപ്പുവെക്കണമെന്നില്ല, അത് രജിസ്റ്റർ ചെയ്യണമെന്നില്ല. നിങ്ങളെ നാവ് കൊണ്ട് പറഞ്ഞ കരാറാണോ, കരാറ് പാലിച്ചോളണം. അതാണ് റബ്ബിന്റെ നിയമം. വല്ലദീനഹും ലിഅമാനാതിഹിം വഅഹദിഹിം റാഊൻ. പറഞ്ഞ വാക്ക് ലംഘിക്കുന്നതിനൊരു മടിയുമില്ല. ഒന്നിച്ച് ബിസിനസ് നടത്തിയതാണ് UAE-യിലോ ഖത്തറിലോ. കുറെ ദിവസം കഴിഞ്ഞിട്ട് ഒരു ഷെയറുകാരൻ പാർട്ട്ണർ നാട്ടിലായാൽ സുബ്ഹാനല്ലാഹ്, അവൻ വരുന്നതിന് മുമ്പ് കഫീലിനെ സ്വാധീനിച്ച് അവന്റെ കച്ചവടം കൂടി പിടിച്ചെടുത്ത് അനുഭവിച്ച് പച്ച ഹറാം മക്കളെ കൊണ്ട് തീറ്റിക്കുന്ന മുതലാളിമാരില്ലേ, സ്വന്തം ഭാര്യയെ നരകത്തിലേക്ക് നയിക്കുന്നവരില്ലേ, ഹത്തിനെ സംബന്ധിച്ചൊരു പേടിയുമില്ലാത്തവരില്ലേ, വാക്കിലംഘിക്കുന്നതിന് മടിയില്ലാത്തവരില്ലേ, സ്വർഗത്തിൽ കടക്കണോ? വല്ലദീനഹും ലിഅമാനാതിഹിം വഅഹദിഹിം റാഊൻ. ഉത്തരവാദിത്വം നിർവഹിക്കണം, കരാറുകൾ ലംഘിക്കരുത്. കരാറനുസരിച്ച് തന്നെ മനുഷ്യൻ ജീവിതം നയിക്കണം. സുബ്ഹാനല്ലാഹ്, ഉത്തരവാദിത്വം വളരെ വലുതാണ്. ഞാനൊരു സ്ഥലത്തൊരു പള്ളി ഉണ്ടാക്കി. ഞാൻ പള്ളി ഉണ്ടാക്കിയെന്ന് എൻ്റെ പണിയെടുത്തത് ഞാനല്ല, പണിക്കാരാണ്. എൻ്റെ കോൺട്രാക്ടർ ഞാനല്ല, പിന്നെ പൈസ കൊടുത്തത് ഞാനല്ല. പിന്നെ ഞാൻ ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ അതിന് കാരണമായി ഞാൻ പ്രവർത്തിച്ചു എന്നർത്ഥം. പള്ളി ഉണ്ടാക്കി, സിറാജുൽ ഹുദയുടെ കീഴിലാണ്. സ്ഥലവും ഞാൻ തന്നെ പൈസ ഉണ്ടാക്കി വാങ്ങിയതാ, എൻ്റെ പൈസ അല്ല, നിങ്ങളെപ്പോലത്തെ മുഅ്മിനീങ്ങളുടെ പൈസ. ആ പള്ളിയിൽ ഒരാളെ അവിടെ സേവനത്തിന് നിർത്തി. കുറേ ദിവസം കഴിഞ്ഞിട്ട് വയസ്സുള്ള ആൾക്കാരുണ്ട് അവിടെ. ഞാൻ തന്നെ ഉണ്ടാക്കിയ കമ്മിറ്റി ഉണ്ട്. അവരെന്നോട് പറഞ്ഞു, ഉസ്താദെ കൃത്യമായിട്ട് ബാങ്ക് വിളിക്കുന്നില്ല ആരും. അപ്പൊ ഞാൻ അദ്ദേഹത്തെ വിളിച്ച് ചോദിക്കണോ വിചാരിക്കുമ്പോൾ എന്നെ ഒരാൾ ഫോൺ ചെയ്തു. അദ്ദേഹം എൻ്റെ അടുത്ത് പഠിച്ച ഒരാളാണ്. അയാൾ എന്നോട് പറഞ്ഞു, അദ്ദേഹം ഒരു ദിവസം പറഞ്ഞിരുന്നു, എന്ത് ശമ്പളം കൃത്യത്തിന് കിട്ടുന്നില്ല, അതുകൊണ്ട് ബാങ്ക് മിസ്സാക്കൂ എന്ന് പറഞ്ഞിരുന്നു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇതാണോ ഉത്തരവാദിത്വം? ഉത്തരവാദിത്വം വളരെ വലുതല്ലേ? ഇതുപോലെ നിങ്ങൾ കാണുന്നില്ലേ? ഇവിടെയൊന്നുമില്ലെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതേ കോഴിക്കോട് കടപ്പുറത്ത് ചെന്ന് നോക്കുമ്പോ മഗ്രിബായിട്ടില്ല. മഗ്രിബാകണമെങ്കിൽ സൂര്യൻ അസ്തമിക്കണം. സൂര്യനെ ഇങ്ങനെ കാണാനുണ്ട്. പള്ളിയിൽ നിന്ന് ബാങ്ക് ഇങ്ങനെ വിളിക്കുന്നുണ്ട്. പക്ഷേ അത് സുന്നത്ത് ജമാഅത്തുകാരല്ല കേട്ടോ. പിന്നെയോ വ്യാജ ബാങ്ക് കൊടുത്ത് നോമ്പ് ബാത്തിലാക്കുന്നവർ. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. പടച്ചവന്റെ അടുക്കൽ ഉത്തരവാദിത്തമില്ലേ? ഒരേ സമയത്ത് ഇപ്പുറത്തുനിന്ന് ബാങ്ക് വിളിക്കുന്നു, അപ്പുറത്ത് സൂര്യനെ കാണിക്കുന്നു. ഒരു ചെറുപ്പക്കാരൻ അത് ശരിക്കും രണ്ടും ഒരേ സമയത്ത് പിടിച്ചിട്ട് അദ്ദേഹം വാട്സപ്പിലിട്ടത് എനിക്കും കിട്ടി. ഞാനിങ്ങനെ അത്ഭുതപ്പെട്ടു. മുസ്ലിം ഉമ്മത്തിനെ ചതിക്കുന്ന കക്ഷികൾ. ഉത്തരവാദിത്വ ബോധം വേണ്ടേ? അതിരാവിലെ മദ്രസയിലേക്ക് കുട്ടികൾ വരുന്നു. ആ കുട്ടികളെ അയക്കേണ്ട ഉത്തരവാദിത്വം ഉമ്മമാരെ നിങ്ങൾക്കുള്ളതാണ്. എത്തിച്ചേരാതെ ഉസ്താദുമാർക്ക് പഠിപ്പിക്കാൻ കഴിയോ? കൃത്യത്തിനെത്താതെ ചോദിക്കട്ടെ, ഒരു ഡോക്ടർക്ക് ചികിത്സിക്കണമെങ്കിൽ ആ രോഗിയെ ആശുപത്രിയിൽ എത്തിക്കണ്ടേ? വീട്ടിലിരുന്നാൽ അദ്ദേഹത്തിന് ചികിത്സിക്കാൻ കഴിയോ? എന്നാൽ സുഹൃത്തുക്കളെ, ആശുപത്രിയിൽ കൃത്യമായി എത്തിച്ചിട്ടുണ്ട്. പക്ഷേ ഡോക്ടർ അവിടെ ഇല്ലെങ്കിലോ അതിൻ്റെ കഥ പറയണോ? ഇതുപോലെ ചില കുട്ടികൾ നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട്. പക്ഷേ ഉസ്താദുമാര് വരുന്നത് പിന്നെയും ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ടാണ്. ഈ ചെറിയ കുട്ടികൾ മദ്രസയിൽ നിന്ന് തല്ലുണ്ടാക്കുകയാണ്. ഇതെന്തൊരു ഉത്തരവാദിത്വ ബോധമാണ്? എല്ലാവർക്കും ഉത്തരവാദിത്വ ബോധം വേണം. എല്ലാ വിഭാഗത്തിലും ഉത്തരവാദിത്വ ബോധം വേണം. വല്ലദീനഹും ലിഅമാനാതിഹിം വഅഹദിഹിം റാഊൻ. പരിശുദ്ധ ഖുർആൻ നമുക്ക് ജീവിതത്തിൽ പകർത്താനുള്ളതാണ്. അതനുസരിച്ച് ജീവിക്കാനുള്ളതാണ്. അത് പാരായണം ചെയ്യാനുള്ളതാണ്. അത് ബറക്കത്തെടുക്കാനുള്ളതാണ്. അതിൻ്റെ ഏറ്റവും വലിയ ബറക്കത്ത് അതനുസരിച്ച് ജീവിക്കലാണ്.
അതിൻ്റെ പുറമെ ഓതിയാൽ ബറക്കത്ത് ലഭിക്കും, കേട്ടാൽ ബറക്കത്ത് ലഭിക്കും, എഴുതിയാൽ ബറക്കത്ത് ലഭിക്കും, മന്ത്രിച്ചാൽ ബറക്കത്ത് ലഭിക്കും. അതേ, അതിൻ്റെ ബറക്കത്ത് പറഞ്ഞു തീർക്കാൻ കഴിയൂല. കാരണം അതൊരു സൃഷ്ടിയുടെ കലാമല്ല, സൃഷ്ടാവിൻ്റെ കലാമാണ്. ദാമത്തിൽ ദൈന ഫാഫാ ഖദ് കുല്ല മുഅ്ജിസതി മിനൻ നബിയിന ഇദ് ജാഅത് വലം തദൂമി. എല്ലാവരും എഴുന്നേറ്റുന്നൊരു സ്വലാത്ത് ചൊല്ലണം. മൗലായ സല്ലി വസല്ലിം ദൈമൻ അബദാ അലാ ഹബീബിക ഖൈരിൽ ഖൽഖി കുല്ലിഹിം. ആ ഖുർആൻ ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്ന മുഅ്ജിസത്താണ്. ഓ സുഹൃത്തുക്കളെ, ആ ഖുർആനിന്റെ ആശയമനുസരിച്ച് ജീവിതം കെട്ടിപ്പടുക്കണ്ടേ മുസ്ലിം. ഓ സുബ്ഹാനല്ലാഹ്, ഖുർആൻ വർഗീയതയ്ക്ക് പിന്തുണ നൽകുന്നില്ല. വർഗീയവാദിയാകാൻ പാടില്ല, തീവ്രവാദിയാകാൻ പാടില്ല, ഭീകരവാദിയാകാൻ പാടില്ല, അക്രമം നടത്താൻ പാടില്ല, നിരപരാധികളെ ഒന്നും ചെയ്യാൻ പാടില്ല. കുറ്റവാളിയാണെങ്കിൽ പോലും വ്യക്തികൾ നിയമം കയ്യിലെടുക്കാൻ പാടില്ല. അത് ഭരണാധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തി ഭരണാധികാരികൾ നിയമം നടപ്പാക്കുകയല്ലാതെ വ്യക്തികൾ നിയമം കൈകാര്യം ചെയ്യാൻ പാടില്ല. ഏത് വിഷയം വരുമ്പോഴും പണ്ഡിതന്മാരെന്ത് പറയുന്നു എന്ന് നോക്കിയിട്ട് പണ്ഡിതന്മാരെ അനുധാവനം ചെയ്യുകയല്ലാതെ പണ്ഡിതന്മാരെ നിന്ദിക്കാൻ പാടില്ല. പണ്ഡിതന്മാർക്ക് വലിയ ബഹുമാനമാണ്, ആദരവാണ്. യർഫഇല്ലാഹുല്ലദീന ആമനൂ മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത്. പണ്ഡിതന്മാർക്കിടയിൽ ചിലപ്പോൾ ചില്ലറ അഭിപ്രായ വ്യത്യാസങ്ങൾ, അതാ ശാഖാപരമായ വീക്ഷണ വ്യത്യാസങ്ങൾ ചില മസ്അലകളിൽ ഉണ്ടാകാം. ചിലപ്പോൾ സംഘടനാപരമായ വീക്ഷണ വ്യത്യാസമുണ്ടാകാം. അതിൻ്റെ പേരിൽ ഒരു പണ്ഡിതനെയും ഇകഴ്ത്താൻ പാടില്ല, കുറ്റം പറയാൻ പാടില്ല, ചീത്ത വിളിക്കാൻ പാടില്ല, തെറി പറയാൻ പാടില്ല, ഗീബത്ത് പറയാൻ പാടില്ല. പണ്ഡിതന്മാരെ ആദരിക്കണം, അംഗീകരിക്കണം. ഖുർആൻ പഠിപ്പിക്കുന്നത് അങ്ങനെയല്ലേ. ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. പടച്ചവനെ ഭയപ്പെടുന്നവര് ശരിയായ അലിമീങ്ങളാണ്. ഖുൽ ഹൽ യസ്തമിൽ ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ. വിവരമുള്ളവരും വിവരമില്ലാത്തവരും തുല്യമാണോ? ഒരിക്കലും തുല്യമല്ല. യർഫഇല്ലാഹുൽ ലദീന ആമനൂ മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത്. ഇൽമുള്ളവർക്ക് വലിയ ദറജ റബ്ബ് കൊടുക്കുകയാണ്. ശരിയായ ആലിമീങ്ങൾ, ആ ആലിമീങ്ങൾ ഒരിക്കലും പണത്തിന്റെ മുന്നിൽ പതറൂല, അതുപോലെ ഒരാളെ മുന്നിലും പതറൂല. ഖാലല്ലദീന ഊതുൽ ഇൽമ വൈലകും സവാബുല്ലാഹി ഖൈറുൽ ലിമൻ ആമന വഅമില സാലിഹാ വലാ യുലഖാഹാ ഇല്ലസ്സാബിറൂൻ. അഹങ്കാരിയായ ലോക പണക്കാരൻ ഖാറൂൻ മുതലാളി അഹങ്കാരത്തോടെ ഇറങ്ങി നടക്കുമ്പോൾ പലരും അതുപോലെ നമുക്കില്ലല്ലോ, അവൻ വലിയ ഭാഗ്യവാനാണല്ലോ എന്നിങ്ങനെ പറഞ്ഞ് സങ്കടപ്പെടുമ്പോ ആലിമീങ്ങൾ പറഞ്ഞ വാക്ക് ഖുർആൻ ഉദ്ധരിക്കുന്നുണ്ട്. ഖാലല്ലദീന ഊതുൽ ഇൽമ, വിവരമുള്ളവർ ആ സമയത്ത് പ്രതികരിച്ചത് എങ്ങനെയാണ്? വൈലക്കും സവാബുല്ലാഹി ഖൈറുൽ ലിമൻ ആമന വഅമില സാലിഹാ. അതേ, അവന്റെ സ്റ്റോറുകൾ ചുമക്കാനല്ല, അവന്റെ സ്റ്റോറുകളുടെ താക്കോലുകൾ ചുമക്കാൻ ഒട്ടകങ്ങൾ വേണം. അത്ര വലിയ ഗംഭീര മുതലാളിയായ ഖാറൂൻ മുതലാളി അവൻ അഹങ്കരിച്ചപ്പോൾ അഹങ്കാരിയുടെ അഹങ്കാര സ്വഭാവത്തിലുള്ള യാത്ര കണ്ടപ്പോ നമുക്ക് കിട്ടിയില്ലല്ലോ, അവൻ വലിയ ഭാഗ്യവാനാണല്ലോ എന്ന് പറയുമ്പോൾ ആലിമീങ്ങളെ മറുപടി വൈലക്കും, നിങ്ങൾക്ക് നാശം, സവാബുല്ലാഹി ഖൈറുൽ ലിമൻ ആമന വഅമില സാലിഹാ. ഉറച്ച
ഈമാനോടെ സൽക്കർമ്മം ചെയ്യുന്ന ആളുകളുണ്ടല്ലോ, അവർക്ക് റബ്ബ് കൊടുക്കുന്ന പ്രതിഫലമാണ് ഖൈറ്. ഈ ദുന്യാവിലതൊന്നും നിലനിൽപ്പുള്ളതല്ല. ഖൈറുൽ ലിമൻ ആമന വഅമില സാലിഹാ. പക്ഷേ വലാ യുലഖാഹാ ഇല്ല സാബിറൂൻ. നല്ല ക്ഷമയുള്ളവർക്കല്ലാതെ ആ ഒരു ദറജ കിട്ടൂല കേട്ടോ. ആലിമീങ്ങൾ തന്നെയാണ്. ആ ആലിമീങ്ങളെ ആദരിക്കണം. അത് ഖുർആനിന്റെ നിർദ്ദേശമാണ്. സുബ്ഹാനല്ലാഹ്, ഖുർആൻ പറയുന്ന ആശയങ്ങൾ അങ്ങനെ എത്രയെത്ര പറയാനുണ്ട്. അതെല്ലാം കാറ്റിൽ പറത്തി ജീവിക്കുന്നൊരു സമൂഹം ഖിയാമത്ത് നാളെടുക്കുമ്പോൾ വരുമെന്നല്ലേ പറയുന്നത്. അതേ നബി തങ്ങൾ പറഞ്ഞു, ആ ഖുർആനുള്ള വരികൾ അവശേഷിക്കുന്നു. മസാജിദുഹും ആമിറ, അവരെ പള്ളികളൊക്കെ വളരെ ജോറാണ്. പള്ളികൾ എന്ത് ഭംഗിയാണ്, പള്ളികൾ എന്ത് ഗംഭീരമാണ്, പള്ളിക്കെന്ത് പ്രൗഢിയാണ്. ഓരോരുത്തരും അതാ പള്ളി ഇങ്ങനെ കാണുകയാണ്, കാണിക്കുകയാണ്. പക്ഷേ മസാജിദും ആമിറത്തുൻ വഹിയ ഖറാബും മിനൽ ഹുദാ. ഈ തപ്പന മട്ടൽ കൊണ്ട് നിർമ്മിച്ച ഹബീബ് നബി തങ്ങളെ പള്ളിയുണ്ടല്ലോ, നിറയെ സഹാബത്തിന് സുബഹിന്റെ ജമാഅത്തിനുണ്ട്, ഇശാഇന്റെ ജമാഅത്തിനുണ്ട്. ചില കപട വിശ്വാസികൾ ജമാഅത്തിന് വരാതിരുന്നപ്പോൾ അവരെ വീടിന് പോയി ഞാൻ തീ കൊടുക്കാൻ ഉദ്ദേശിച്ചുവെന്ന് നബി തങ്ങൾ പ്രസ്താവിച്ചിട്ടുണ്ട്. രണ്ട് കണ്ണിനും കാഴ്ചയില്ലാത്ത ഇബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു വന്നിട്ട് വീട്ടിൽ വെച്ച് നിസ്കരിക്കാൻ സമ്മതം ചോദിച്ചപ്പോ ബാങ്ക് കേൾക്കുന്നുണ്ടോ? ഉണ്ട് നബിയേ, എന്നാ ജമാഅത്തിന് വന്നേ പറ്റൂ. ലാ സലാത്ത ലിജാരിൽ മസ്ജിദി ഇല്ലാ ഫിൽ മസ്ജിദി. പള്ളിയുടെ സമീപത്തുള്ളവന് പള്ളിയിലല്ലാതെ പരിപൂർണ നിസ്കാരമില്ല. അത് പഠിപ്പിച്ചു ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി. ആ ഹബീബ് നബി തങ്ങളാ പറയുന്നത്, പള്ളികൾ വളരെ ജോറാണ്. ജോറായ പള്ളി ഉണ്ടാക്കണ്ടെന്ന് ഞാൻ ഈ പറഞ്ഞതിനർത്ഥമില്ല. മറ്റ് പലരുടെയും പല ബിൽഡിങ്ങും വളരെ ഗംഭീര ബിൽഡിങ്ങുകളാണ്. മുതലാളിമാരുടെ വലിയ വലിയ കോട്ടേഴ്സുകളും അവരുടെ വലിയ വലിയ ബിൽഡിങ്ങുകളും അവരുടെ വലിയ വലിയ കൊട്ടാരങ്ങളും അവരുടെ വലിയ വലിയ ഓഡിറ്റോറിയങ്ങളുമൊക്കെ വളരെ ഗംഭീരമായി നിർമ്മിക്കുമ്പോ റബ്ബിന്റെ വീട് മാത്രം ആ ഗാംഭീര്യതയില്ലാതിരിക്കാൻ പറ്റുമോ? അതുകൊണ്ട് ഗംഭീര പള്ളി വേണ്ടെന്ന് ഞാൻ പറഞ്ഞതിനർത്ഥമില്ല. പക്ഷേ അവിടെയല്ലല്ലോ വിഷയം. വഹിയ ആമിർ മസാജിദുഹും ആമിറത്തുൻ വഹിയ ഖറാബും മിനൽ ഹുദാ. അവിടെ സന്മാർഗമില്ല, ജമാഅത്തിനാളില്ല, ജുമക്കെത്തുന്നില്ല, അൽഖഫ് ഓതുന്നില്ല, സലാത്ത് ചൊല്ലുന്നില്ല. ഇനി ആരെങ്കിലും അൽഖഫ് ഓതുന്നുണ്ടെങ്കിൽ തന്നെ അത് മുടക്കാനുള്ള ഏർപ്പാട് തുടങ്ങുകയാണ്. ആ വിധത്തിൽ അതാ പള്ളി ഖറാബാകുന്നു. ഉലമാഉഹും ശർറു മൻ തഹ്ത അദീമിസ് സമാ. പലപ്പോഴും അവരെ പണ്ഡിതന്മാരിൽ പലരും അതാ ഭൂമിയുടെ ചുവടെയുള്ള നാശകരാലികളായി പോകുന്നു. ജനങ്ങളെ ഈമാൻ രക്ഷപ്പെടുത്താനുള്ള വാക്കുകൾ പറയുന്നതിന് പകരം ഇല്ലാത്ത സംശയങ്ങൾ ഉണ്ടാക്കുന്ന പ്രസംഗങ്ങൾ നടത്തുന്നു. അതിങ്ങനെ ക്ലിപ്പിട്ട് അതാ പുത്തൻവാദി മുതലെടുക്കുന്നു. സുബ്ഹാനല്ലാഹ്, പറയേണ്ടത് പറയുന്നതിന് പകരം പറയാൻ പാടില്ലാത്തത് പറഞ്ഞു ജനങ്ങൾക്കിടയിൽ സംശയം ജനിപ്പിക്കുന്നു. ചിലപ്പോൾ പറയുന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് പറയുന്ന വ്യക്തിക്ക് ചില വ്യാഖ്യാനങ്ങൾ ഉണ്ടാകാം. പക്ഷേ സാധാരണക്കാർക്ക് ഈ വ്യാഖ്യാനം അറിയാമോ? അതാ ജനങ്ങളുടെ ഈമാൻ നശിപ്പിക്കുന്ന വിധം അതെന്ത് സംഗതിയാണെങ്കിലും ശരി, ഔലിയാക്കളെ കറാമത്താണെങ്കിലും മദ്ഹാണെങ്കിലും അല്ലാത്തതാണെങ്കിലും ജനങ്ങളെ ഈമാൻ തെറ്റിക്കുന്ന ശൈലി
ശൈലിയിൽ പറയാൻ പാടില്ലല്ലോ, ഒരു വിഷയവും പറയാൻ പാടില്ലല്ലോ. ആ നിലക്കതാ നാശം വിതക്കുന്ന ചില പണ്ഡിതന്മാർ, ഉലമാഉഹും ശർറു മൻ തഹത അദീമി സമാ മിൻ ഇൻദിഹിം തഖ്റുജുൽ ഫിത്നതു വഫീഹിം തഊദ്. അവരിൽ നിന്ന് തന്നെ നാശം തുടങ്ങുന്നു, അതിന്റെ ഭവിഷ്യത്ത് അവർ തന്നെ അനുഭവിക്കുന്നു, അവരിലേക്ക് അത് മടങ്ങുന്നു. ഇങ്ങനെ ഒരു കാലം വരുമെന്ന് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ യുഗത്തിലാണ് ഈ പാവപ്പെട്ട എൻ്റെ ജീവിതം, നിങ്ങളുടെ ജീവിതം. ഓ സുഹൃത്തുക്കളെ, ഞാൻ നീട്ടി പറയുന്നില്ല, ആദ്യം തുടങ്ങി വെച്ചതിലേക്ക് മടങ്ങട്ടെ. അല്ലാഹ് പറഞ്ഞു കഅബ ശരീഫിനെ സംബന്ധിച്ച് ഫീ ആയാത്തുൻ ബയ്യിനാത്ത്, അവിടെ അതാ വ്യക്തമായ തെളിവുകളുണ്ട്. തെളിവാണ് ഞാൻ പറഞ്ഞു വന്നത്. നമ്മുടെ നാട്ടിൽ 6 മാസം ഘോരമായ മഴ, പിന്നെയും ഇടയ്ക്കിടയ്ക്ക് മഴ, അതിൻ്റെ പുറമെ നദികളും കടലുമൊക്കെ സമീപത്തുണ്ട്. എന്നിട്ടോ നമ്മളെ വീട്ടിലൊരു കല്യാണം നടക്കുമ്പോൾ 1000-ഓളം ആള് വന്ന് ഭക്ഷണം കഴിച്ച് തിരിച്ചു പോകുമ്പോൾ അവരാരും നമ്മളെ വീട്ടിലെ കിണറ്റിൽ നിന്ന് വെള്ളം കൊണ്ടുപോയിട്ടില്ല. അവരതാ അല്പം വെള്ളം ഉപയോഗിച്ചത് മാത്രം. അപ്പോഴേക്ക് കിണറ്റിലെ വെള്ളം വറ്റിപ്പോയി. ചിലപ്പോൾ ഒറ്റ വീട്ടുകാരൻ എടുക്കുമ്പോൾ തന്നെ വറ്റിപ്പോയി. എന്നാൽ നിങ്ങൾ കഅബയുടെ സമീപത്ത് വരൂ, വലിയ എത്രയോ ചതുരശ്ര കിലോമീറ്റർ വീതിയുള്ള കിണറല്ല, ഒരു ചെറിയ കിണറുണ്ടല്ലോ അവിടെ, അത് സംസം കിണറാണ്. അവിടെ നിന്ന് എത്ര ആളുകൾ, കോടികളാണ് വെള്ളം കുടിക്കുന്നത്. ആ വെള്ളം അവിടെ മാത്രമല്ല, മദീനയിലും സുലഭമാണ്. ജനങ്ങളൊക്കെ കുടിക്കുകയാണ്. വെറും കുടിക്കല് മാത്രമല്ല, ലോകത്തിന്റെ സർവ്വമുക്ക് മൂലകളിലേക്കും കോടിക്കണക്കിന് ആളുകൾ ഓരോ കൊല്ലവും കെട്ടിക്കൊണ്ട് പോവുകയാണ്. പക്ഷേ ഒരിക്കൽ ചിലപ്പോൾ ഒരു കൊല്ലത്തിൽ ഒരു മഴ പോലും പെയ്യാറില്ല. അവിടെ വയലുകളില്ല, അവിടെ നദികളില്ല, ജലസംഭരണികളില്ല. പക്ഷേ ആ കഅബയുടെ സമീപത്തുള്ള ബഹുമാനപ്പെട്ട കിണറുണ്ടല്ലോ, ഫീ ആയാത്തും ബയ്യിനാത്ത്, അതെന്നും വ്യക്തമായ തെളിവായി നിലനിൽക്കുന്നു. വെള്ളത്തിനൊരു കുറവുമില്ല. എന്തെല്ലാം തെളിവുകളാണ് അവിടെ. അതാണ് ഞാൻ പറഞ്ഞത്. അമേരിക്കക്കാരനോ ജർമ്മൻകാരനോ ആർക്കും ചിന്തിക്കാമല്ലോ ഈ ദൃഷ്ടാന്തം. ആ വെള്ളം അതേ നിലക്ക് തന്നെ കുറയാതെ നിൽക്കുന്നു. ആ മഹത്തായ കഅബ ശരീഫ്, അതിന്റെ പുനർനിർമ്മാണം ഏറ്റെടുത്ത് നിർവഹിച്ച മഹാനാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. സഹകരിച്ച മഹൽ വ്യക്തിത്വമാണ് നബിയുല്ലാഹി ഇസ്മാഈൽ അലൈഹിസ്സലാം. രണ്ടുപേരും ഉപ്പാപ്പമാരാണ്. ലാ ഉഖ്സിമു ബിഹാദൽ ബലദി വഅൻത ഹില്ലും ബിഹാദൽ ബലദി വവാലിദിൻ വമാ ബലദ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹ് സത്യം ചെയ്തില്ലേ? ലാ ഉഖ്സിമു ബിഹാദൽ ബലദ്, മക്ക എന്ന നാട്ടിനെ മുൻനിർത്തി സത്യം ചെയ്തില്ലേ? വവാലിദിൻ വമാ ബലദ്, മാത്രമല്ല വഅൻത ഹില്ലും ബിഹാദൽ ബലദ്, ഈ നാട്ടിലല്ലേ നബിതങ്ങളുടെ ജന്മം, ആ നാട്ടിലല്ലേ നബിതങ്ങളുള്ളത്. അങ്ങനെ വരുമ്പോൾ ആ നാടിനെ സത്യം ചെയ്യാൻ മാത്രം അത് വലിയ പുണ്യനാടാണല്ലോ. വവാലിദിൻ വമാ വലദ്, ബാപ്പയെ തന്നെയാണ് സത്യം, മകനെ തന്നെയാണ് സത്യം. ആ ബാപ്പ ആരാണ്? മുഫസ്സിറുകളിൽ പലരും പല തഫ്സീർ പറഞ്ഞ കൂട്ടത്തിൽ ആ പറഞ്ഞത് നബിയുല്ലാഹി ഖലീലുല്ലാഹി ഇബ്രാഹിം, നബിതങ്ങളെ ഉപ്പാപ്പയാണല്ലോ. അവിടുത്തെ മകനും ഉപ്പാപ്പയാണല്ലോ.
അവര് രണ്ടുപേരും ആ കഅബ നിർമ്മിച്ചു കൊണ്ടിരിക്കുമ്പോ അവരെ പ്രാർത്ഥന എന്താണ്? ഈ ചെരുമ്പയിലെ പള്ളി നിർമ്മിച്ചവരും അതിന് പ്രവർത്തിച്ചവരും സഹായിച്ചവരും സഹകരിച്ചവരും ഈ സദസ്സിൽ പങ്കെടുത്തവരും ഇത് സംഘടിപ്പിച്ചവരും റബ്ബേ ഞങ്ങളിൽ നിന്നെല്ലാം ഞങ്ങളെ സർവ്വ അമലും നീ സ്വീകരിക്കണേ അല്ലാഹ്. വൈദ് യർഫഉ ഇബ്രാഹീമുൽ ഖവാഇദ മിനൽ ബൈതി വഇസ്മാഈലു റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. കഅബ ശരീഫിന്റെ ബഹുമാനം പറഞ്ഞാ തീരൂല. പക്ഷേ അത് നിർമ്മിക്കുന്ന ഞങ്ങൾക്ക് അത് ഞങ്ങളെ റബ്ബൊന്ന് കബൂൽ ചെയ്ത് കിട്ടണ്ടേ, സ്വീകരിച്ച് കിട്ടണ്ടേ. പേരോട് അബ്ദുറഹ്മാൻ ഇവിടെ അതാ 10 മണിക്കൂർ വയല് പറഞ്ഞിട്ട് എന്താ കാര്യം? ആ പറയുന്നതൊരു മിനിറ്റാണെങ്കിലും അത് റബ്ബൊന്ന് സ്വീകരിച്ച് കിട്ടണ്ടേ. ഇല്ലെങ്കിൽ ആരോഗ്യം കളഞ്ഞിട്ട് എന്താ കാര്യം? അതേ നമ്മൾ വയല് കേട്ടിട്ട് എന്താ കാര്യം? റബ്ബ് നമ്മളെ അമലുകളൊക്കെ ഒന്ന് സ്വീകരിച്ച് കിട്ടണ്ടേ. ജീവിതത്തിൽ ഒരു തെറ്റും വരാത്ത ഇബ്രാഹിം അലൈഹിസ്സലാം, ഇസ്മായിൽ അലൈഹിസ്സലാം അഹങ്കാരമില്ല, അസൂയയില്ല, വിദ്വേഷമില്ല, വൈരാഗ്യമില്ല, ഗീബത്തില്ല, നമീമത്തില്ല, കള്ളം പറയലില്ല, വാക്ക് ലംഘിക്കലില്ല, ഒന്നുമില്ല. ഒരു തെറ്റും ജീവിതത്തിൽ ചെയ്തിട്ടില്ല. അങ്ങനെയുള്ള നിഷ്കളങ്കരായ അതേ തീയിലേക്ക് വലിച്ചെറിയുമ്പോൾ പോലും പടച്ച റബ്ബിനോടുള്ള മഹബത്തിനോ റബ്ബിന്റെ മേലുള്ള സമർപ്പണത്തിനോ ഒരു കുറവും വരുത്തിയിട്ടില്ല.